തൃശൂർ പാവറട്ടി പഞ്ചായത്തിലെ മരുതിയൂർ കനോലി കനാൽ കയ്യേറ്റത്തിനെതിരെ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. കയ്യേറ്റം നടന്ന സ്ഥലങ്ങളിൽ തഹസിൽദാരുടെ നേതൃത്വത്തിൽ അളന്ന് തിട്ടപ്പെടുത്തി. കനോലി കനാലിന്റെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നാവശ്യപ്പെട്ട് വിവിധ യുവജന സംഘടനകളും രംഗത്തെത്തി. കനോലി കനാൽ സ്വകാര്യ വ്യക്തികൾ നികത്തിയെടുക്കുന്ന വാർത്ത റിപ്പോർട്ടറാണ് പുറത്തുകൊണ്ടുവന്നത്. റിപ്പോർട്ടർ ഫോളോ അപ്പ്. മരതിയൂരിലെ കുണ്ടുവക്കടവ് പുഴ കയ്യേറ്റത്തിനെതിരെ റവന്യൂ വകുപ്പ് കർശന നടപടികളാണ് ആരംഭിച്ചിട്ടുള്ളത്. ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം ചാവക്കാട് തഹസിൽദാരുടെ നേതൃത്വത്തിൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തൽ തുടങ്ങി. ഏക്കർ കണക്കിന് ഭൂമി കയ്യേറിയിട്ടുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. കയ്യേറ്റക്കാർക്കെതിരെ ക്രിമിനൽ കേസെടുക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ വരും ദിവസങ്ങളിൽ ഉണ്ടാകും. പുഴയിലേക്ക് കല്ലിറക്കിയ ശേഷം ചെളിവാരി നിറച്ചുള്ള കരഭൂമിയാക്കൽ റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. കയ്യേറ്റത്തിനെതിരെ വിവിധ യുവജന സംഘടനകളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയർന്നിട്ടുള്ളത്. കായൽ അനധികൃതമായിട്ട് ഇത്തരത്തിൽ നികത്തി സ്വന്തമാക്കുന്നതിനെതിരെയുള്ള പ്രക്ഷോഭ പരിപാടികളുമായിട്ടാണ് മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. ഈ നികത്തിയെടുത്ത ഭാഗം പൂർവ്വസ്ഥിതിയിലാക്കണമെന്നാണ് നമ്മുടെ ആവശ്യം. നമ്മളിത് പൂർവ്വസ്ഥിതിയിലാകുന്നത് വരെ നമ്മൾ സമരമായി മുന്നോട്ട് പോകും. ഇത് കായലിന്റെ ഭാഗമാണെങ്കിൽ കായലിലേക്ക് തന്നെ പോകണം. പക്ഷെ ഇതിനൊക്കെ രേഖ ഉണ്ടെന്ന് പറയുന്നുണ്ട്. രേഖ ഉണ്ടെങ്കിൽ സമർത്ഥിച്ചോട്ടെ. പക്ഷെ കായൽ നികത്താനായിട്ട് അനുമതി കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പാവറട്ടി പോലീസ് ജില്ലാ കളക്ടർക്ക് കൈമാറിയ റിപ്പോർട്ടിൽ മുൻ DCC അംഗം കമാലുദ്ദീന്റെ നേതൃത്വത്തിലാണ് കയ്യേറ്റം നടന്നതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സമീപ പഞ്ചായത്തുകളിലെ പുഴ കയ്യേറ്റത്തിനെതിരെയും വരും ദിവസങ്ങളിൽ നടപടിയുണ്ടാകുമെന്നാണ് സൂചന. തൃശൂരിൽ നിന്നും സുർജിത് അയ്യപ്പത്ത്, റിപ്പോർട്ടർ.